അസുരന്മാരിൽ താപോബലം നേടിയ അസുര രാജാവായിരുന്നു ധരികാസുരൻ. അഹങ്കാരം മൂത്ത ദാരികൻ ദേവന്മാരെയും ദേവലോകവും ആക്രമിച്ചു. ക്രോധം പൂണ്ട ഭഗവാൻ ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും ഉഗ്രരൂപിണിയായ ആദിപരാശക്തിയായി ഭദ്രകാളി അവതാരം സ്വീകരിച്ചു. അതീവ ക്രോധത്തോടെ ദാരികനുമായി യുദ്ധത്തിലേർപ്പെടുകയും വധിക്കുകയും ചെയ്തു. കാളി വാഹനമായ വേതാളം ദാരികന്റെ ഒരു തുള്ളി രക്തം വീഴാതെ പാനം ചെയ്തു. ഈ യുദ്ധത്തിന്റെയും ക്രോധത്തിന്റെയും വിജയത്തിന്റെയും ഓർമ്മയാണ് കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷിക്കുന്നത് എന്നൊരു ഐതിഹ്യവുമുണ്ട്. ദാരികവധത്തിനു ശേഷം ദാരിക പത്നിയായ മനോദരി പരിവാരങ്ങളുമായി വന്നു ദേവിയെ അസഭ്യം പറയുകയും കാവ് അശുദ്ധപ്പെടുത്തുകയും ചെയ്തു. അതിൽ നിന്നാണ് ഭരണി ഉത്സവം ഉണ്ടായത് എന്ന് കുറെ ആളുകൾ വിശ്വസിച്ചു പോരും. ആര്യവത്കരണ കാലത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാനാജാതിക്കാർക്ക് വർഷത്തിൽ ഒരിക്കൽ ക്ഷേത്രം തുറന്നു കൊടുത്തപ്പോൾ അവരുടെ ക്രോധമാണ് പിന്നീട് ഭരണിയായി ഭവിച്ചത് എന്നും പറയുന്നു. ഒരു കാലത്ത് ബുദ്ധക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് ശൈവരും വൈഷ്ണവരും ചേർന്ന് അസഭ്യം പറഞ്ഞു പേടിപ്പിച്ചു. ബുദ്ധരെ തുരത്തിയതിന്റെ ഓർമ്മകയാണ് ഭരണി എന്ന മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട്.